ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പോകുമ്പോഴും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഈ യാത്ര ഇങ്ങനെയൊക്കെയാ അവസാനിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ കുറെ വർഷത്തിന് ശേഷം KSRTCയിൽ എറണാകുളം ഓഫീസിലോട്ട് പോവാണ്. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ടറിനെ വിളിച്ചതാണ്. സർ വണ്ടി എവിടെ എത്തിയത്? അപ്പം വെഞ്ഞാറമ്മൂട് എത്തിയെന്ന് പറഞ്ഞു. വണ്ടി AC അല്ല കേട്ടോ എന്ന് പറഞ്ഞേ. 6:05 എത്തേണ്ടിയുള്ള വണ്ടിയാണ്, ഇപ്പൊ 6:20 ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പോകുമ്പോഴും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഈ യാത്ര ഇങ്ങനെയൊക്കെയാ അവസാനിക്കാൻ പോകുന്നതെന്ന്. AC ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് AC സർവീസ് കിട്ടിയില്ലെങ്കിൽ ഫണ്ട് റീഫണ്ട് ചെയ്യുമോ KSRTC? ഓരോന്നാലോചിച്ചിരുന്നപ്പം കഴിക്കാൻ സ്ഥലമെത്തി, കഴിച്ചു കയറി. പിന്നെ അതെ, എല്ലാവർക്കും KSRTCയുടെ ബഹുമാനം. എന്താ കാര്യമെന്ന് തിരക്കി വന്നപ്പോഴറിയുന്നത് അടിയിൽ നിന്ന് തീയും പുകയൊക്കെ കണ്ടുവന്ന് നാട്ടുകാർ കൈ കാണിച്ചു വണ്ടി നിർത്തേണ്ടി വന്നു. ദേ ആൾക്കാരുടെ മുഖത്തൊക്കെ പരിഭ്രമം. പക്ഷെ നമ്മുടെ ഡ്രൈവറും കണ്ടക്ടറും ഏട്ടനും ഉരുക്ക് പോലെ നിന്നു. നാട്ടുകാരൊക്കെ എടുക്കരുതെന്ന് പറഞ്ഞിട്ടും വണ്ടി വീണ്ടും എടുത്തു, വീണ്ടും വഴിയിലായി. ഇപ്പൊ പുകയൽപ്പം കൂടിയോ എന്നൊരു സംശയം. എന്താ സംഭവിക്കുന്നതെന്ന് വാ തുറന്ന് പറയാതെ കണ്ടക്ടർ ഏട്ടനും ഡ്രൈവർ ഏട്ടനും വീണ്ടും മാതൃകയായി. അവിടെ അടുത്തുള്ളവരൊക്കെ വണ്ടി പിടിച്ചു പോയി, ചിലരൊക്കെ കിട്ടിയ വണ്ടി കയറിപ്പോയി. ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും കൂടെ ദേ വായി നോക്കി ഇങ്ങനെ നിന്നു. അങ്ങനെ നിന്ന് നമുക്കിടയിൽ ലോട്ടറി വിൽക്കാൻ ദേ ലോട്ടറി ചേട്ടനും വന്നു. അടുത്ത് നിന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു, നല്ല ബെസ്റ്റ് സമയം.